Mereena Joby. Again, welcome back to Soren Spicy. Soren Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് സമോസ. 4 മണി പലഹാരമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ സമോസ റെഡിയാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമോസ ഷീറ്റ്സ് ഉണ്ടാവാറില്ല. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീട്ടിലെങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് മൈദയും കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് സമോസ ഷീറ്റ്സ് റെഡിയാക്കി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ സമോസ ഷീറ്റ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ 3 കാര്യങ്ങളുടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. അപ്പോൾ ആകെ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് അടിപൊളിയായിട്ട് സമോസ ഷീറ്റ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട്, എന്നാൽ അധികം ലൂസല്ല അധികം ടൈറ്റ് അല്ലാത്തൊരു മാവാണിത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനു മുമ്പ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിന് മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ഇതിന് ചുറ്റും ഒന്ന് ആക്കി കൊടുക്കാം. മാവ് നന്നായിട്ട് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിത് മൂടി വെക്കുകയാണ്. ഇനി നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തുറന്ന് നോക്കാം. ആ മാവ് നേരത്തെ നമ്മൾ വെച്ചെടുക്കാൻ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലും കുറച്ചും കൂടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിതൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ചെറിയ ബോൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമുണ്ടാവും. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദമാവ് ഫസ്റ്റ് തന്നെ തൂക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ വലിയ ഉരുളകളല്ല, എന്നാൽ ചെറിയ ഉരുളകളല്ലാത്ത രീതിയിലൊരു മീഡിയം സൈസുള്ള ബോൾസാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു 3-4 എണ്ണം ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് റെഡി ആയി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ അടുത്ത ഒരു 4 എണ്ണം കൂടി വേഗം ചെയ്തെടുക്കുകയാണ്. ആദ്യം അടുത്തത് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ മൈദമാവ് തൂക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ബോൾ വെക്കുക. അതുമ്പോൾ വീണ്ടും കുറച്ച് മൈദമാവ് തൂക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് 4 എണ്ണം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ ഇതേപോലെ തന്നെ പരത്തിയെടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തി പലകയിൽ കുറച്ചും കൂടെ മൈദമാവ് തൂക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ പരത്തി വെച്ച ഓരോ ലെയർ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് മുകളിൽ കൂടെ കുറച്ചും കൂടെ ഒന്ന് മൈദമാവ് തൂക്കി കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് കുറച്ച് അടുത്ത ലെയർ എടുത്ത് വയ്ക്കാം. വീണ്ടും കുറച്ച് മൈദമാവ് കൂടെ തൂക്കി കൊടുക്കാം. വീണ്ടും 3ാമത്തെ ലെയർ വയ്ക്കുക. ലാസ്റ്റ് ലെയർ. ഇനി നമുക്ക് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ എത്ര തിന്നാക്കാമോ അത്രയും തിന്നാക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് വളരെ തിന്നായിട്ട് തന്നെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടപ്പത്ത് വയ്ക്കാം.
അപ്പോൾ നമ്മുടെ പരത്തി വെച്ചിരിക്കുന്ന സമൂസയുടെ ലേയേഴ്സ് നമുക്കിതൊന്ന് പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അടുപ്പത്തൊരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഞാൻ ചൂടാക്കി, എന്നിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ടേക്കാണ് ഇപ്പോൾ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലേയേഴ്സ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 നമ്മൾ പരത്തി വെച്ചത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം 30 സെക്കൻഡ് മതിയാവും. അപ്പോഴേക്കും നമുക്ക് ചെറിയ ചെറിയ കുമിളകൾ കാണാൻ പറ്റും. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. ആ സമയത്ത് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്ക് ചെറിയൊരു പോളപ്പ് ഇതിനകത്ത് കാണാൻ പറ്റും. ചെറുതായിട്ടൊന്ന് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ചെറിയ ചെറിയ കുമിളകൾ വന്നിട്ടുണ്ട്. ഇനി ഈ സൈഡ് നമുക്കൊരു 30 സെക്കൻഡ്സ് മതി. അത് കഴിയുമ്പോൾ നമുക്കിത് മാറ്റാം ഇതിനകത്തുനിന്ന്. അപ്പോൾ വീണ്ടും ഒരു 30 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. വീണ്ടും ചെറുതായിട്ട് ഇതൊന്ന് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതി, അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇപ്പം തന്നെ ലെയേഴ്സ് നമുക്കിത് വിട്ട് വിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചൂടാറാൻ വെക്കണം. ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ചൂടാറാൻ വെക്കട്ടെ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇന്ന് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതേ ഇതൊന്ന് ലെയർ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കിനി ഇത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു സ്കെയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യാം. അപ്പോൾ സ്പ്രിംഗ് റോൾസ് ഒക്കെ ചെയ്യാനാണെങ്കിൽ ഈ ഒരു പാകത്തിനാണ് കറക്റ്റ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സമൂസ ഷീറ്റ് റെഡിയാക്കാനാണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് കണ്ടോ, ഇത് നല്ല ഈസി ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇതെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതേപോലെ തന്നെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് സമൂസ ഷീറ്റ്സും സ്പ്രിംഗ് റോൾസിനുള്ള ഷീറ്റ്സൊക്കെ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് ലെയറിൽ നമ്മൾ ചെയ്ത എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് അടുത്ത ലെയറിലും എല്ലാം ചെയ്തെടുക്കും. ഇത് വളരെ തിന്നാണ്, കണ്ടോ, വളരെ തിന്നാണ്. നമുക്ക് അടിയിലുള്ളത് എല്ലാം കാണാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിക്നെസ് നിങ്ങൾ തീരുമാനിക്കുക. നല്ല ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതുകൊണ്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഒരു 4 ആഴ്ച വരെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ആവശ്യത്തിനടുത്ത് സമൂസയോ സ്പ്രിംഗ് റോൾസോ എന്താണെന്ന് വെച്ചാൽ റെഡിയാക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് റെഡിയാക്കി കഴിഞ്ഞിട്ട് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഏകദേശം ഒരു 3-4 ആഴ്ച വരെ കേട് വരാതെ സൂക്ഷിക്കും. അപ്പോൾ നമുക്ക് സമൂസ കഴിക്കാൻ തോന്നുന്ന സമയത്ത് നമ്മുടെ സമൂസ ഷീറ്റ്സ് എടുക്കുക, കുറച്ച് ഫില്ലിങ് റെഡിയാക്കുക, ഫോൾഡ് ചെയ്യുക, ഫ്രൈ ചെയ്യുക, കഴിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.